ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള KLF എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. അപ്പം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇവന്റ് അഡ്വർടൈസിങ്ങിനെ കുറിച്ചിട്ട്. അപ്പം KLF എന്ന് പറയുന്നൊരു 4 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിൽ ഒരു 5 ലക്ഷം ആൾക്കാർ, ഈ കഴിഞ്ഞ വർഷം KLF-ൽ 5 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടായി. ഈ വർഷം ഒരു 7 ലക്ഷമാണ് ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7 സ്റ്റേജസ് ആയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 9-10 മണി വരെയൊക്കെ ഉള്ളു ഇവിടുത്തെ പ്രോഗ്രാംസ്. അപ്പോൾ ഇതിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, പല ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയുള്ള ഇവന്റ്സിൽ നടക്കാറുണ്ട്. അപ്പം ഇവന്റ്സിൽ നടക്കുമ്പം ഇതുപോലെയുള്ള ഇവന്റ്സിൽ പിന്നെ ബ്രാൻഡ് ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ സ്റ്റോൾസ് ഉണ്ടാവും. ഇപ്പം കാണിക്കുവാണെങ്കിൽ നമ്മുടെ ബോർഡ്, ഞാൻ ആദ്യം ബോർഡ് കാണിച്ചു തരാം. ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. അപ്പം ഇതിൽ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം എലൻസ്, പാരഗൺ, സ്റ്റാർട്ടപ്പ് മിഷൻ, കെൻസ, മലബാർ ഗോൾഡ് എന്ന് പറയേണ്ട, റെഡ് FM, ഫെഡറൽ ബാങ്ക്, സോളസ്, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബോർഡ്സ് പല സ്ഥലത്തായിട്ട് ഇവിടെ വെച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു 7 സ്റ്റേജസ് ഉണ്ട്. അപ്പം പല സ്ഥലത്തായിട്ട് ഇവിടെ വെച്ചിട്ടുമുണ്ട്. അപ്പം ഇപ്പോൾ വൈൻഡപ്പിലോട്ട് പോകുന്ന ഒരു സ്റ്റേജാണ്. ഇവിടെ മോർണിംഗ് തൊട്ട് ഒരു 10 മണി വരെയൊക്കെയാണ് ഇവിടെ പ്രോഗ്രാംസ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് സ്റ്റോളൊക്കെ ഇട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇവിടെ ഒരു സ്ക്രീൻ നിൽപ്പുണ്ട്. ആ സ്ക്രീൻ കാണിച്ചു തരാം. സ്ക്രീൻ ഇതിൽ അഡ്വർടൈസ്മെന്റ് ഇടാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതിൽ ഞാൻ നോക്കി, പക്ഷേ എങ്കിൽ ആരുടെ അഡ്വർടൈസ്മെന്റ് ഇതിൽ കണ്ടില്ല. ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് ഇതിൽ കണ്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു റെഡ് FM ആണ്. റെഡ് FM-ന്റെ ഒരു പ്രോഗ്രാമാണിത്. റെഡ് FM-ന്റെ ഇപ്പം റെഡ് FM-ന്റെ കുറേ ബ്രാഞ്ച് ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. നിക്സാം, മലബാർ ഹോസ്പിറ്റൽസ് എന്ന് പറയേണ്ട കുറേ സ്പോൺസേഴ്സ് ഇതിലുണ്ട്. HDFC ബാങ്കിന്റെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ സ്പോൺസേഴ്സ് ഇതിലുണ്ട്. ഇത് റെഡ് FM-നെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. കുഴപ്പമില്ല. ഇതാണ് QR അല്ലേ? ഓക്കെ. ഇതിന്റെ പേരെന്തോ? സ്നാപ് ഷെയർ എന്നാണ് പറയുന്നത്. ഓക്കെ. ആ സ്നാപ് ഷെയർ എന്താ യൂസ്? സ്നാപ് ഷെയർ ഈ ഇവന്റിൽ ഓർഗനൈസർക്ക് ബാക്കിയുള്ള ഇവന്റിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും ഫോട്ടോ എത്തിക്കാനുള്ള ഒരു ടൂളാണ്. ഇത് വെച്ചിട്ട് AI യൂസ് ചെയ്തിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോവാം. നമ്മളപ്പോൾ സെൽഫി എടുക്കുന്നു, എല്ലാ ഫോട്ടോസും അവിടെ. അപ്പൊ ഈ KLF എന്ന് പറയുന്ന ഇവന്റില് നിങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. ആ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഇതിൽ അപ്ലോഡ് ചെയ്യും. സ്നാപ് ഷെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഈ ഫോട്ടോഗ്രാഫർ ഓട്ടോമാറ്റിക്കലായി അപ്ലോഡ് ആവും. ആ ഒരു അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുത്ത് അറ്റ് എ ടൈം തന്നെ നമുക്ക് സോഷ്യൽ മീഡിയാസിലോട്ട് ഇടാൻ വേണ്ടി പറ്റും. അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള. ഓക്കെ. ആ ഒരു ആപ്പാണ് നിങ്ങളുടെ. ഓക്കെ. ഇത് iOS, ആൻഡ്രോയിഡ് എല്ലാ പ്ലാറ്റ്ഫോമിലും ആപ്പല്ല. ഓക്കെ. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പിന്നെ ഡയറക്റ്റ് പോകും. ഓക്കെ. അപ്പം ഇവന്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് കോണ്ടാക്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്യൂ. പിന്നെ ഗൂഗിളിൽ പോയിട്ട് സ്നാപ് ഷെയർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ snapshare.ai. ഓക്കെ. അപ്പൊ നിങ്ങൾ സർവീസ് ഏതൊക്കെ ഏരിയാസിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കറന്റ്ലി? ബാംഗ്ലൂരും കേരളം UAE യിലേക്കാണ് പോകുന്നത്. ഓക്കെ. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകാനുണ്ട്. കേരളത്തിലേക്ക് ആക്ച്വലി ഇപ്പൊ ഒരു 2 months ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ ഇവന്റ്സ് ചെയ്തു. മണി കോൺക്ലേവ്, പിന്നെ ഹൈലൈറ്റ് മാളിന്റെ ഓക്കെ. ഞാൻ ജസ്റ്റ് ചോദിക്കാണ്ടേ, മനസ്സിലായി. എന്റെ റിയാസ് എന്നാണ്. എന്റെ ചാനലിന്റെ പേര് മാർക്കറ്റ് ആഡ്സ് എന്നാണ്. അപ്പൊ അത് ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ആഡ്സിനെ കുറിച്ച് ആണല്ലേ.
അത്യാവശ്യം ഇവിടെ ക്ലോസിങ് ഈ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം. അപ്പം ഇതിൽ പറയുവാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇവൻറ്റ്സിലൊക്കെ. ഇങ്ങനെയുള്ള മരത്തിൽ തൂക്കിയിട്ടുണ്ട്, കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരഗൺ. ഓക്കെ. അപ്പോൾ വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോഴേ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് മാക്സിമം ഞാൻ കാണിക്കാൻ വേണ്ടി നോക്കാം ഇവിടെയുള്ള പല ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് മെത്തേഡ്, ബ്രാൻഡ് ആക്ടിവേഷൻ മെത്തേഡൊക്കെ ഉണ്ട്. അപ്പം പല സ്ഥലത്തായിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും റീച്ചാണ് കിട്ടുന്നത്. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, ഇപ്പോൾ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് കെൻസെ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പൊ കെൻസെ എന്ന ബ്രാൻഡ് ഇപ്പൊ ഒരു ബ്രാൻഡ് ആക്ടിവേഷൻ ചെയ്തേക്കുന്ന വെച്ചാല് ഇതില് ഒരു 2.5 മണിക്കൂർ ഇതിൽ തൂങ്ങിക്കിടക്കുവാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും. അപ്പോൾ TMT സ്റ്റീൽ ബാർ ആണ്. അതുകൊണ്ട് തന്നെ അവര് ഇങ്ങനെയുള്ളൊരു അവരുടെ കമ്പി തന്നെയാണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത്. TMT കമ്പിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് ആക്ടിവേഷൻ മോഡലാണിത്. അവര് കൂടുതൽ ഇവിടെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് ഇവിടെ ഇങ്ങനെയുള്ള മരത്തിലൊക്കെ ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഗണിന്റെ വലിയൊരു പിന്നെ ഷോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. പാരഗൺ ഇത്ര നല്ല സ്കൈയുടെ ഒരു സ്റ്റോൾ ഇവിടെ ഉണ്ട്. അടിപൊളി അട്രാക്റ്റീവ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്കൈയുടെ ഒക്കെ സ്റ്റോള്. നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ബ്രാൻഡ് ആക്ടിവേഷൻ ആണ്. ഇതൊക്കെ ഒരു ജസ്റ്റ് ലൈക്ക് ഓഫ് ഇത്രയും 5 ലക്ഷം പേര് വരുന്നൊരു പ്രോഗ്രാം കൂടെയാണ് ഈ KLF എന്ന് പറയുന്നത്. അപ്പം ഇതിലിങ്ങനെയുള്ള ബ്രാൻഡ് ആക്ടിവേഷൻസ് ഒക്കെ ഇടുമ്പോൾ അത്രയും പേരാണ് കണ്ടുപോകുന്നത്. ഒരു ബ്രാൻഡ് അത്രയും റീച്ച് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു സംഭവം, അടിപൊളി സംഭവം കാണിച്ചില്ല. ഒരു ഇതെന്ന് പറയുന്നത് എലഗൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. എലഗൻസ് ഇത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി നോർമലി നമ്മൾ പറ്റുന്ന രീതിയിലൊരു പ്രൊഫഷൻ കൊണ്ടുവന്നു. ഓക്കെ. കാരണം നമ്മളെല്ലാവരും ഒരു കോളിട്ട് അതിന്റെ കരിയർ എങ്ങനെ ചൂസ് ചെയ്യും? നിങ്ങൾ ജസ്റ്റ് പസിലായിട്ട് ഇട്ടിരിക്കുകയാണ്. ഓക്കെ. അത് നല്ലൊരു ആൾക്കാർക്ക് പെട്ടെന്നത് ഗെയിമുമായി നമ്മുടെ പ്ലാനിനെ അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എത്തുന്നത് പ്രോപ്പർ ആയിട്ടുള്ളൊരു പലതരം ഞാൻ ജസ്റ്റ് കയറി നോക്കട്ടെ. അപ്പൊ നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ഡിഗ്രി ആയെന്ന് കയറി നോക്കാം. ഇത് ജസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാല് ഈ പത്തിൽ ഇവിടെ കൊണ്ട് എന്റെ അടുത്തൊരു പത്ത് എന്ന് പറയുന്നത് അടുത്തത് അവിടെ അപ്പുറം അവിടെ പോയിട്ട് ഈ ഒരു ഇതാണ്. There is a shortcut to make instant money. Are you ready to choose? അവിടെ ഒരു ജയിലിന്റെ ഫോട്ടോ ആണ്. ജയിലിന്റെ ഫോട്ടോ ആണ്. അടുത്ത ഏരിയയിൽ പോവാം. അടുത്ത ഏരിയ ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് ആണ്. ഡ്യൂറേഷൻ കോഴ്സിൽ
അവിടെ പ്രോപ്പറായിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന ആളുടെ അവിടെ ബ്ലോക്കാണ്. അടുത്തൊരു ഏരിയയിലോട്ട് പോകാം. അടുത്ത ഏരിയ നോക്കിയിട്ട് അടുത്ത ഏരിയ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രിയിൽ പോയി നമുക്ക് എന്താണ് അവസ്ഥ ഫീൽഡ് ഫണ്ട് ഇവിടെയും കണ്ണാടിയാണ്. നമുക്ക് അങ്ങോട്ട് ഗോവില നമുക്കിനി ജോബിലോട്ട് 50,000 രൂപയുടെ ആദ്യം 15,000 രൂപ പിന്നെ 20,000 രൂപ പിന്നെ 25,000 രൂപ ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോ ബ്രാൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ട് എന്ന് പറയുന്നത് ഈ 10 ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് TM എന്ന് പറയുന്ന പ്രോഗ്രാമിലോട്ടാണ്. ഇത് നല്ലൊരു ബ്രാൻഡ് ആക്ടിവേഷൻ ഒരു ആക്ടിവിറ്റി ആണ്. ഈ പസിൽ എന്ന് പറയുന്നത് നല്ലൊരു കേരളത്തിൽ ഇന്ത്യയിൽ ഫസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇവർ ആദ്യമായിട്ടാണ് ഇത് ഇറക്കുന്നതെന്നാണ് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗെയിമും കൂടെയാണ്. ഇവർ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നെത്തിയിരിക്കുന്നത് ഒരു അവസാനത്തെ സ്റ്റേജിലോട്ടാണ്. ഇത് വേറൊരു അടിപൊളി ഒരു ബ്രാൻഡ് ആക്ടിവേഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് എങ്ങനെയാണ് ഇത് പൊസിഷൻ ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ആൾക്കാർ ഉണ്ട്. ഇവിടെ ഒരു DJ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം എന്താണ്. ഒരു ലാസ്റ്റ് ഒരു സ്റ്റേജിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു അടിപൊളി ഒരു ബ്രാൻഡ് ആക്ടിവേഷൻ കാര്യമുണ്ട്. കെൻസയുടെ ഒരു ബ്രാൻഡ് ആക്ടിവേഷൻ ബോർഡ് ഇവിടെ ഉണ്ട്. ഇത്രയും പേരാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കാണാൻ വരുന്നത്. ഇങ്ങനെയുള്ള പിന്നെ ഇവന്റ്സിൽ നിങ്ങളുടെ ബ്രാൻഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ഇത്രയും കടല് പോലെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇവിടെ കടല് പോലെ ഇത്രയും പേര് ഈ ഒരു ബ്രാൻഡ് കാണുന്നുണ്ട്. ഈ കെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ ഓരോ ഇവന്റ്സിലും ഇടാവുന്നതാണ്. ബ്രാൻഡുകൾ പൊസിഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബ്രാൻഡ് പല ടൈപ്പ് ഓഫ് വെറൈറ്റി ടൈപ്പ് ഓഫ് ബ്രാൻഡ് ആക്ടിവേഷൻ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.